ഇത് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. ഇതൊന്നും ഇവിടുത്തെ ആളുകൾ കാണുള്ളതെന്നാണ്. ക്യാമറ കാണുമ്പോ ചാടി വീഴുന്ന MLA ആലു MLA. നമസ്കാരം. ഞാനും ഇവിടെ ചോദിക്കാമെന്നതിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം. കേരളത്തിലെ റോഡുകൾ, അതിൻ്റെ സംവിധാനങ്ങൾ, ഗട്ടറുകളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. ഉള്ളത് ആലുവയിലെ KSRTC റോഡിലാണ്. നിരവധിയായ ആളുകൾ സഞ്ചരിക്കുന്ന റോഡാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേയധികം നാളുകളായി റോഡിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതിൻ്റെ ഒരു കണക്ക് കഴിഞ്ഞ 2 വർഷത്തിനു മുൻപ് ഒരാൾ ഇവിടെ അപകടത്തിൽപ്പെട്ട് മരിച്ചു. നിലവിൽ കഴിഞ്ഞയിടെയുണ്ടായ അപകടത്തിൽ ഒരാൾ ആശുപത്രിയിൽ കോമയിലാണ്. അങ്ങനെ അപകടങ്ങളെല്ലാം തുടർക്കഥയാകുന്ന റോഡാണിത്. മൂന്നാറിലേക്ക് ആളുകൾ, ടൂറിസ്റ്റുകൾ കൂടുതലും ആശ്രയിക്കുന്ന മറ്റൊരു പാരലൽ ഒരു വഴി കൂടിയാണിത്. റോഡിൻ്റെ ഒരു അവസ്ഥ ഇവിടുന്ന് അപ്പുറത്തേക്ക് കിലോമീറ്ററുകളോളം ഇതേ ഒരു അവസ്ഥയിൽ തന്നെയാണ് തുടരുന്നത്. അതുകൊണ്ട് നാട്ടുകാരുടെ ബുദ്ധിമുട്ടുകൾ, യാത്രക്കാരുടെ പ്രശ്നങ്ങൾ, ഇവിടെ ഉണ്ടായിരുന്ന അപകടങ്ങൾ, ഇത്തരം കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഈ ഒരു അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങൾക്കും കൂടെ ഒരു ഓട്ടം പോകാൻ പോലും സാധിക്കില്ല. വണ്ടിയെ മെയിൻ്റെനൻസ് കൂടുന്ന ആകെ പ്രശ്നത്തിലാണ്. വളരെ മോശം അവസ്ഥയിലാണ് ഞങ്ങൾ ഇതിൽ ഓരോ ട്രിപ്പും പോകുന്നത്. വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ് അവസ്ഥ. അധികാരികളുടെ അടുത്ത് ചോദിക്കാൻ മഴ മാറിയിട്ട് ഇതിന്റെ പണി നടക്കട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഇതിലൂടെ യാത്ര ചെയ്യുന്നത്. സ്ഥിരം ഇതിൽ വേണ ആളാ. എങ്ങനെയുണ്ട് റോഡിന്റെ അവസ്ഥ? കഴിഞ്ഞ കുറെ നാളായിട്ട് ഇങ്ങനെയാണെന്നാണ് ആളുകൾ പറയുന്നത്. വളരെ പരിതാപകരം എന്ന് തന്നെ പറയാം. ഇതിപ്പോ ഓഫ് റോഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ്. ഇപ്പൊ ഇവിടുന്ന് ആ വശത്തേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വളരെ മൊത്തം മോശമായിട്ട് തന്നെ ഇറങ്ങണം. ഇതൊന്നും ഇവിടുത്തെ ആളുകൾ കാണുള്ളതെന്നാണ്. പ്രതികരിക്കാൻ ഇവിടുത്തെ നാട്ടുകാർ പ്രതികരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ഫ്ലക്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെയായിട്ട് ഒരു ബലം കണ്ടിട്ടില്ല. കാര്യമായ മാറ്റമൊന്നും ഈ സമയത്ത് വന്നിട്ടില്ല. ഞാൻ ഒരു വർഷത്തിന് മേളിലായിട്ട് ഈ റൂട്ട് സ്ഥിരമായിട്ട് യാത്ര ചെയ്യണ ആളാണ്. ഒരുപാട് യാത്രക്കാർ പോകുന്നൊരു വഴി കൂടിയാണ്. ആണ്. ഇതിപ്പോ ആലുവയ്ക്കുള്ള മെയിൻ റോഡ് തന്നെയല്ലോ, ട്രാൻസ്പോർട്ട് റൂട്ടാണ്. ഈ അപകടങ്ങളൊക്കെ സ്ഥിരം ഉണ്ടാവുന്ന ഒരു ഏരിയയിൽ മാറിയിട്ടുണ്ട്. ഇതിപ്പോ വെള്ളം കൂടം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ ബൈക്കുകാർക്കൊക്കെ വളരെ പെട്ടെന്ന് വന്നിട്ട് മറിഞ്ഞാടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്തെങ്കിലും ഒരു പ്രതീക്ഷ തോന്നുന്നുണ്ടോ? അതിന് മാറ്റം ഉണ്ടാവും? ഇതുവരെയായിട്ടൊന്നും നടന്നിട്ടില്ല. പിന്നെ വരുമോന്ന് അറിയില്ല. റോഡ് ഇതിലെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു വണ്ടി പണിയണം. പിന്നെ നമ്മുടെ നടുവിന് കുഴമ്പ് മേടിക്കണം. ഇത് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. ഇതിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളോളമായി. എന്താ ചെയ്യുക? വണ്ടി മെയിൻ്റെനൻസ് ആഴ്ചയിൽ മെയിൻ്റെനൻസ്. അതായത് ഓടി കിട്ടുന്ന കാശിന്റെ 3/4 ഭാഗവും വർക്ക്ഷോപ്പിൽ കൊടുക്കുക. അത് തന്നെ ഇരിക്കണ യാത്രക്കാരും അതാ വണ്ടി വിളിക്കാനുള്ള. ഇപ്പോൾ അവര് സമയബന്ധിതമായിട്ട് കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്യിക്കാനുള്ള ജനപ്രതിനിധി എന്നുള്ളതൊക്കെ ആലു MLA അമ്പേ പരാജയപ്പെട്ടേക്കാണ്. ഒറ്റ കാരണം, പകലമറ്റം പോലെ തോട്ടുമുഖം പാലം വരെയുള്ള റോഡ് ഇന്ന് പോകാൻ കഴിയാത്ത വളരെ അവസ്ഥ. പാവപ്പെട്ട ഒരു ഓട്ടോ വിളിച്ചാൽ ഞങ്ങൾക്ക് പോകാൻ കഴിയണില്ല. ഞങ്ങളുടെ പാർട്സൊക്കെ കംപ്ലൈന്റ് ആവും വണ്ടിയുടെ. അതുപോലെ തന്നെ നിങ്ങൾ പകലോറ്റത്തിന് നേരെ പെരുമാർക്കുള്ള റോഡ് നോക്ക്, കോതമംഗലം വരെ ആ ഹൈടെക് റോഡ് പോലെ കിടക്കണേ. ആലു അമ്പേ പരാജയമാണ്. മഴക്കാലം ഉണ്ടാവും എന്നുള്ളതും ഈ പൈപ്പ് ലൈനിന്റെ വർക്കെടുത്ത കോൺട്രാക്ടർ ഉദാസീനത കാണിച്ചപ്പോൾ അങ്ങേരെ കൊണ്ട് കൃത്യമായി ഇടപെട്ടുകൊണ്ട് ഈ കാര്യം ഫലപ്രദമാക്കി മഴക്കുമ്പോൾ ഈ നല്ല ഒരു ഇതാക്കി മാറ്റാൻ ആലു MLA അമ്പേ പരാജയമാണ്. കുറെ വോട്ടുണ്ടെന്നുള്ള ഹുങ്കിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ എന്തു ആയിക്കോട്ടെ എന്ന് കരുതിയ അത് തന്നെയാണ് അങ്ങേരെ. ക്യാമറ കാണുമ്പോൾ ചാടി വീഴുന്ന MLA ആലു MLA. പക്ഷേ ഈ കാര്യത്തിൽ അമ്പേ പരാജയമാണ്. ഒരു സംശയവും വേണ്ട ആ കാര്യത്തിൽ. നമ്മൾ ഈ കേട്ട പ്രതികരണങ്ങളെല്ലാം ഈ യാത്രക്കാരുടെയും എല്ലാമാണ്. കാരണം ഇതിലേ പോകുന്ന ഒരാളും നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെയും വന്ന അഭിപ്രായം പറഞ്ഞിട്ട് പോകണം. കാരണം അത്ര കണ്ട് മടുത്തിരിക്കുന്നു എന്നതാണ് ഈ റോഡിലൂടെയുള്ള യാത്ര. കാരണം ഈ ദുരിതങ്ങൾ എന്നും അവർ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഇതിലൂടെ പോകുന്നവർക്ക് ആ ബുദ്ധിമുട്ടുകളല്ലാതെ അല്ലെങ്കിൽ അപകടങ്ങളല്ലാതെ മറ്റൊന്നും കിട്ടുന്നില്ല. പകരം അവർ എത്തിപ്പെടേണ്ട ഇടങ്ങളിലേക്ക് പോലും അവിടേക്ക് എത്തുന്നെങ്കിൽ ഈ കുഴികളെല്ലാം കടന്ന് അവരെപ്പോഴെത്തും, അല്ലെങ്കിൽ അപകടം സംഭവിക്കാതെ എത്തും, അതെല്ലാം ആശങ്കകളെല്ലാം ഉണ്ട്. നമുക്കൊപ്പം ഈ പരിസരത്തുള്ള ആളുകൾ കൂടിയുണ്ട്. അവര് ഈ കടയും മറ്റുമായിട്ട് ഈ റോഡിന് ഇരുവശമുള്ളവരൊക്കെ തന്നെയാണ്. ഒരുപക്ഷെ നിങ്ങളിതിന്റെ ഒരു ഈ ദുരിതങ്ങൾ കാണുന്നവരായിരിക്കും അല്ലേ? അതെ. എന്താണ് ഇവിടെയൊക്കെ സംഭവിക്കുന്നത്? അപകടങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഈ കുഴിയിൽ വീണ് ഒരുപാട് ആൾക്കാർക്ക് അപകടം പറ്റും. ഇപ്പൊ ഈ 2 വർഷം മുമ്പ് ഇവിടെ ഒരു അപകടം വന്ന് ഒരാൾ മരിച്ച് ഭയങ്കര വിഷയമൊക്കെ ആയതാണ്. അപ്പൊ അതിന്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. കുറച്ച് നാളായി അത് ഇതുവരെ ടാറിങ് ചെയ്യുന്നില്ല. അവര് മഴ മാറിക്കഴിഞ്ഞാൽ ചെയ്യാന്നാണ് പറയണത്. പിന്നെ
ഇപ്പൊ കഴിഞ്ഞ 2 വർഷമായിട്ട് ഏതാണ്ട് ഇതേ അവസ്ഥയിൽ തന്നെ തുടരുകയാണ് തോന്നുന്നു. ആ 2 വർഷമല്ല, അതിൽ കൂടുതലായി. ആ കഴിഞ്ഞ പ്രാവശ്യമാണ് അത് കൂടുതൽ ഇതായത്. അല്ലേ? ഈ പരിസരത്ത് തന്നെയാണോ? അതെ, ഈ വർഷത്തിൽ തന്നെയാണ്. ഈ റോഡിലെ കുഴികളെ കുറിച്ചൊക്കെ പറയാറുണ്ട്. കഴിഞ്ഞ കുറെ നാളായിട്ട് ഇതാണ് അവസ്ഥ. ഇതിപ്പോ ഏതാണ്ട് ഒരു 10 വർഷത്തോളം ഈ റോഡ് ഇങ്ങനെ മോശമായിട്ട് കിടക്കണം. കഴിഞ്ഞ വർഷം ഇതുപോലെ കുഴിയൊക്കെ ഉണ്ടായി, കുറെ സമരമൊക്കെ ചെയ്ത് വേനലാകുമ്പോൾ റെഡിയാക്കുമെന്ന് പറഞ്ഞിട്ട് ആക്കിയില്ല, ഒരു നടപടി ഉണ്ടായില്ല. വീണ്ടും വർഷമായപ്പോൾ വീണ്ടും ഈ ജലജീവൻ പദ്ധതിയുടെ പൈപ്പിലുള്ള ഭാഗമായിട്ട് പൊട്ടിച്ചിട്ട് റോഡ് വളരെ മോശമായി. ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. കുഴികളും മൂടുന്നില്ല ആരും. കുഴികൾ മൂടിയുള്ള കുഴി മൂടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ ചെയ്യുമ്പോൾ കുഴി മൂടിയിട്ടും കാര്യമില്ല. ഒരു 2 വണ്ടി കയറുമ്പോൾ മെറ്റിലേക്ക് ഇളകി പോയി വീണ്ടും പഴയ കണ്ടീഷൻ തന്നെ ആവാണ്. രാത്രിയായി കഴിഞ്ഞാൽ ഒട്ടും വണ്ടി ഓടിക്കാൻ പറ്റൂല, ഒന്നും നമുക്ക് കാണാൻ പറ്റൂല. സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഉണ്ട് ആവശ്യത്തിന്. ലൈറ്റ് ഉണ്ട്, പക്ഷെ വണ്ടിയുടെ പ്രകാശം കൊണ്ട് കാണാൻ പറ്റൂല നമുക്ക്. മഴ പെയ്യുമ്പോൾ കുറെ കൂടി ബുദ്ധിമുട്ടാവുമല്ലോ ഈ കുഴികളൊക്കെ മൂടിക്കിടക്കുന്നത്. അതെ അതെ, മിനിഞ്ഞാന്ന് എന്റെ മകൻ വീണു, തലയെ കുത്തി വീണു. വെള്ളം കിടക്കായിരുന്നു കുഴിയില്, ബൈക്കിൽ വന്ന തല കുത്തി പോയി വീണു. പിന്നെ എല്ലാവരും കൂടെ കൂട്ടി ഇവിടെ കൊണ്ടുപോയി. സ്ഥിരം അറിയാവുന്നവർക്ക് പോലും എവിടേക്കാണ് കുഴി വെള്ളം നിറഞ്ഞു കിടക്കുകയല്ലേ. അങ്ങനെ മിനിഞ്ഞാന്ന് സംഭവിച്ചു. ഇതിലെ യാത്ര ചെയ്യുന്നുണ്ടോ? പിന്നെ സ്ഥിരം യാത്ര ചെയ്യണല്ലേ. പരിചയക്കാരായതുകൊണ്ട് കുഴികളൊക്കെ കുറച്ചും കൂടി അടുത്ത് പരിചയമുണ്ടോ? ഇപ്പൊ എല്ലാം പരിചയമായി. ഇപ്പൊ കുഴി മാറ്റി പോകാനുള്ള ഒരു എക്സ്പീരിയൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ പ്രൈവറ്റ് റൂട്ട് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പെരുമ്പാവൂരിന്ന് മാറമ്പള്ളി വരെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആലുവന്ന് ഇവിടം വരെ അവർക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. എന്താണ് അന്വേഷിച്ചിട്ടുണ്ടോ നിങ്ങൾ? അന്വേഷിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ പ്രതിഷേധങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാ അന്വേഷണങ്ങളും ചെല്ലുന്നുണ്ട്. ചെയ്യാന്ന് പറയണല്ലാതെ മഴ വന്നവരെ അവർ നോക്കിയത്. ഇനിയിപ്പോ മഴ മാറട്ടെ എന്നായി. മഴ മാറി കഴിയുമ്പോൾ അടുത്ത കാരണം പറയും. കാലങ്ങളായിട്ട് ഇങ്ങനെ തന്നെ പോകുന്നു, ഓരോ കാരണങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ട്. ഈ റോഡ് ഫുൾ ടാറിങ് ചെയ്തിട്ട് തന്നെ ഒരുപാട് കാലമായി. പാച്ച് വർക്ക് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ കൂടുതൽ വഷളായി. പൈപ്പ് ഇട്ട് കഴിഞ്ഞപ്പോ പൂർത്തിയായി. എല്ലാവരും പരാതിയിൽ പൊതുവായിട്ട് നേടിക്കുന്നത് കഴിഞ്ഞ കുറെ നാളുകളായി ഇതേ അവസ്ഥ തന്നെ തുടരുന്നു എന്നുള്ളതാണ്. നമ്മള് ഇവിടുത്തെ ഈ ജനപ്രതിനിധികൾ അങ്ങനെയുള്ളവരോടൊക്കെ കാര്യങ്ങൾ സംസാരിച്ചപ്പോഴേ കഴിഞ്ഞ വർഷം ഇവിടെ സമരം ചെയ്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞ് വേനലാവുമ്പോ ഇത് ഫുൾ ടാർഗറ്റ് നവംബറിൽ ഫുൾ ടാർഗറ്റ് തീർത്ത് ശരിയാക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു നടപടിയില്ല. വെറുതെ പാച്ച് വർക്ക് ചെയ്ത് അത് പഴയ കണ്ടീഷനിൽ മോശമായി, ഇങ്ങനെ കുഴിയായി, ഇങ്ങനെ ഭയങ്കര കുന്നുമാരിയായി പാച്ച് വർക്ക് ചെയ്തപ്പോ. വീണ്ടും വർഷമായി, വീണ്ടും അതൊക്കെ പഴയ കണ്ടീഷൻ തന്നെ ആയിപ്പോയി. എനിക്ക് തോന്നുന്നു ഈ തോട്ടുമുഖം മുതൽ ഇവിടം വരെ പകലോ മറ്റോ വരെയുള്ള റോഡിനാണ് 5 കിലോമീറ്റർ ആണ് ഈ ഒരു ബുദ്ധിമുട്ട് വന്നേക്കണേ. അതിലൊരു ഫുൾ ടാറിംഗ് ഒക്കെ നടന്നിട്ട് ഒരുപാട് വർഷമായി, 15 വർഷത്തിന് മുകളിലായി ഫുൾ ടാറിംഗ് എന്നിട്ട് ഇവിടെ അതിന് പക്കറ്റ് ഉണ്ടായിട്ടില്ല. ഈ അപകടങ്ങൾ ഉണ്ടാവുമ്പോ അപ്പോൾ ഈ ജനപ്രതിനിധികളൊന്നും ശ്രദ്ധിക്കുന്നില്ലേ? അപകടങ്ങൾ ഉണ്ടാവുമ്പോ ഇവര് വന്ന് നോക്കുകയോ പറയുന്നെങ്കിലൊക്കെ ഉണ്ടോ? അപകടങ്ങൾ ഉണ്ടാവുമ്പോൾ ഇവിടെ സമരം ചെയ്യുമ്പോൾ ജനപ്രതിനിധി അവരുടെ കൂടെ കൂടി അവരും സമരത്തിന്റെ ഭാഗമായിട്ട് നിൽക്കും. പിന്നെ ആരുടെ സമരം ചെയ്യാനാ? ജനപ്രതിനിധികളും സമരത്തിന്റെ സമരത്തിന്റെ ഭാഗമായിട്ട് അവരുടെ കൂടെ നിന്ന് അവരും കുറച്ചു നേരം അവർ പോകും. ചുരുക്കത്തിൽ ആരും ഉത്തരവാദിത്വം ഇല്ല, ആരും ഇല്ല ഏറ്റെടുക്കാൻ. ഇപ്പൊ ഒരു വർഷം 2 മാസം മുമ്പ് നമ്മുടെ വളവിക്കുന്നൊരു ബോർഡ് വെച്ചിട്ട് ഞങ്ങള് PWD റോഡ് വാട്ടർ അതോറിറ്റിക്ക് വിട്ടുകൊടുത്തേക്കാണ്. ഇവിടെ ജലജീവൻ പദ്ധതിയുടെ ഭാഗമായിട്ട് വേറെ ഞങ്ങൾക്ക് അതിനകത്ത് ഉത്തരവാദിത്തം ഇല്ലാന്ന് പറഞ്ഞ് വളവിലൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ആരടുത്ത് പറയാനത്? എന്തായാലും പറഞ്ഞതിൽ വലിയ കാര്യമുണ്ട് ചേട്ടൻ പറഞ്ഞാൽ. കാരണം ഇവിടെ സമരം നടക്കുമ്പോൾ, ജനകീയ സമരങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സമരത്തിന്റെ നടുക്കിലേക്ക് വരുന്നതും ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ തന്നെയാണ്. തങ്ങൾക്കല്ല ഇതിന്റെ ഒരു ഉത്തരവാദിത്തം. ഏതാണ്ട് ഒരു 3 മുതൽ 5 കിലോമീറ്റർ വരെ ദൂരത്തിലാണ് ഈ റോഡിന് ഇത്രയും മോശമായ ഒരു അവസ്ഥയുള്ളത്. അത് ഒരു റീടാറിങ്ങിലൂടെ പൂർണ്ണമായും പരിഹരിക്കപ്പെടാം. പക്ഷെ വർഷങ്ങളായി ഇതേപോലെ തന്നെയുള്ള ഒരവസ്ഥ തുടരുന്നു. നാട്ടുകാരുടെ ദുരിതം തുടരുന്നു. ഒരു അപകട മേഖലയായി ഇത് മാറുമ്പോഴും അധികാരികൾക്ക്, വേണ്ടപ്പെട്ടവർക്ക് ഇടപെടാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആലുവ KSRTC റോഡിലെ കുട്ടമശ്ശേരി ഭാഗം, കുട്ടമശ്ശേരി ജംഗ്ഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ഇവിടെ കൂടുതലായിട്ട് കടകളും എല്ലാം തന്നെ ഉണ്ട്. ഈ ജംഗ്ഷന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് 2 ഭാഗത്തും ഉള്ള ഏറ്റവും കൂടുതലായിട്ട് ഗട്ടറും മുഴുവൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മേഖല കൂടിയാണ്. അവിടേക്ക് വരുമ്പോൾ വാഹനങ്ങൾ നിരയായി അവിടേക്ക് വരുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഒരു കുഴിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് കയറി ഇറങ്ങി ഇവിടം വരെ എത്തുമ്പോഴേക്കും ഒരു സമയമാകും. അത് രാവിലെ മുതൽ ചിലപ്പോൾ ചില ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ളൊരു ഗതാഗത കുരുക്കും പ്രശ്നങ്ങളും എല്ലാം തന്നെ നാട്ടുകാർക്കുണ്ട്. മഴക്കാലമായാൽ ഈ കഴിഞ്ഞ സമയത്തെല്ലാം തന്നെ വളരെയധികം ബുദ്ധിമുട്ടാണ് ഇവിടെ ഉണ്ടായിരുന്നത്. കുഴി ഏത്, റോഡ് ഏത് എന്നൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അടക്കം മാറും.
അപകടങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നത്. കാരണം നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ അവർക്ക് പറഞ്ഞ മടുത്തു പോയവരാണ് പലരും. കാരണം ഇനി ആരോട് എന്ത് സംസാരിക്കണമെന്നുള്ള നമ്മൾ ഈ കുട്ടമശ്ശേരി ജംഗ്ഷനിലാണുള്ളത്. ഇനിയിപ്പോൾ എന്ത് പറയാനാണെന്നുള്ളൊരവസ്ഥയിലായിരിക്കും. ഇല്ല, ഇത് ആരോട് പറയാൻ എന്തു പറയാൻ, ഇതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇപ്പോൾ എല്ലാ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, ഭരണപക്ഷ പാർട്ടി അല്ലാതുള്ള എല്ലാ മുഖ്യധാര പാർട്ടികൾ, സംഘടനകൾ, ജനകീയ സമിതി ഒക്കെ സമരം ചെയ്തിട്ടും യാതൊരുവിധ ഒരു ഉത്തരവും കിട്ടാത്തൊരു ചോദ്യമായി നിലനിൽക്കുകയാണ്. കാരണം MLA ഉൾപ്പെടെയുള്ള ആളുകൾ സമരത്തിൽ പങ്കെടുക്കുന്നു, അധികാരികൾ വാക്ക് തരുന്നു, മഴ മാറി ചെയ്യാം. പക്ഷെ ഇതുവരെ ആരോട് പറയാൻ, എന്ത് പറയാൻ, ആര് കേൾക്കാൻ, ഇതാണ് ചോദ്യം. അപ്പോൾ ഇവരൊക്കെ എല്ലാവരും പ്രതിഷേധം ശക്തമായി ഇവിടെ DCC പ്രസിഡന്റ് നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. ഇതൊക്കെ ചെയ്തിട്ടും ഉത്തരവില്ല. അപ്പോൾ ഇത് ആരോട് പറയുന്നുള്ളൊരു ചോദ്യം വലിയ ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയൊരു എന്താ പറയുക, ഇത് എന്ത് സംഭവിക്കും, എന്ത് ക്ലിയർ ആവുന്നതിനെ കുറിച്ചിട്ട് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അവിടെ സംസാരിച്ചപ്പോൾ അവർ പറയാണ്, ഇവിടെ ഈ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ അവർ തന്നെ സമരത്തിന്റെ നടുവിലേക്ക് വരുന്നു. അപ്പോൾ അത് എല്ലാവർക്കും അതിശയമാണ്. കാരണം ഇത് ഇനിയിപ്പോൾ അവർ ആരോടാണ് സംസാരിക്കേണ്ടത് എന്നുള്ളത് തന്നെയാണ്. അല്ല, അത് തന്നെയാണ്. അപ്പൊ ഈ ചെയ്യേണ്ടവരും ചെയ്യിക്കേണ്ടവരും ഒക്കെ സമരം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ആവശ്യപ്പെടുമ്പോൾ അവർ എല്ലാം ക്ലിയർ ആണ്, ഫണ്ട് റെഡിയാണ്, മഴ മാറി ചെയ്യുമെന്ന് പറയുന്നു. ഇപ്പോൾ 13-14 വർഷമായിട്ട് ഇത് തന്നെയാണ് പറയുന്നത്. ഈ മഴ മാറാൻ ഇപ്പോൾ ഒരു പറയുന്നത് ഇപ്പോൾ BLDC ടാർ ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 2 ആഴ്ച സമയം കിട്ടണമെന്ന് പറയണം, ഉണങ്ങണം. പക്ഷേ അത് കഴിഞ്ഞാലും ഇങ്ങനെ പറയാൻ തൊട്ട് വർഷങ്ങളായി. കഴിഞ്ഞ കൊല്ലം നിങ്ങൾ ചാനലുകൾ വന്നാണ്, ഇവിടെ വാഴ നട്ടാണ്, പല പ്രതിഷേധം നടന്നതാണ്. പക്ഷേ ഇപ്പോഴും നമുക്ക് യാതൊരു പ്രതീക്ഷയില്ല ഇത് എന്നാകും എന്നുള്ളതിനെ കുറിച്ചിട്ട്. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാറ്, പ്രത്യാശയോട് കാത്തിരിക്കുകയാണ്. കാരണം നമുക്ക് മഴ മാറിയാൽ ചെയ്യുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുക എന്നല്ല, വേറെ ഒന്നും ചെയ്യാനില്ല. ഇതിനെ ഇപ്പോൾ ജനപ്രതിനിധികളടക്കം സമരം ചെയ്ത് പലപ്പോഴും ഇത് എന്താണ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്? അതെല്ലാം അവർക്കുടെ ഒരു അഭിനയം അല്ലേ? അഭിനയം തന്നെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ വന്നിട്ട് സമരം ചെയ്യുക, റോഡ് ഉപരോധിക്കുക, ഇതൊക്കെ അവരും കിടന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കണം. അവർക്ക് അഭിനയമുള്ള ജീവിതം തന്നെ. ഇത് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. ഇതൊന്നും ഇവിടുത്തെ ആളുകൾ കാണാനുള്ളതെന്നാണ്. ക്യാമറ കാണുമ്പോൾ ചാടി വീഴുന്ന MLA ആലു MLA. ഇത് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. ഇതൊന്നും ഇവിടുത്തെ ആളുകൾ കാണാനുള്ളതെന്നാണ്. ക്യാമറ കാണുമ്പോൾ ചാടി വീഴുന്ന MLA ആലു MLA. അഭിപ്രായങ്ങൾ പലവിധമാണ്. കാരണം ജനപ്രതിനിധികൾ പലരും സമരരംഗത്ത് തന്നെ തുടരുന്നത് അത് എന്താണ് എന്നുള്ളത് നാട്ടുകാരിലും ആശയക്കുഴപ്പമുണ്ട്. എന്തുകൊണ്ട് ഈ ജനപ്രതിനിധികളടക്കം സമരത്തിലേക്ക് വരുന്നത്? അതൊക്കെ അവർക്കുടെ ഒരു അഭിനയം തന്നെയാണ്. അത് ഉറപ്പല്ലേ? നമുക്കറിയാലോ. ഇതിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ നാട്ടിൽ ഈ റോഡ് ശരിയാക്കേണ്ട ആൾക്കാർ തന്നെയാണ് സമരത്തിനേക്കണത്. പക്ഷേ ഇത് ഭരണപക്ഷം ഉണ്ടെങ്കിലും അവർക്കിടെ ആൾക്കാർ ആരും സമരത്തിന്, ഇവിടെ ഈ ഓട്ടോറിക്ഷക്കാരൊക്കെ എല്ലാവരും CITUവിലെ ഓട്ടോറിക്ഷക്കാരൻ കൂടുതൽ, അവരൊന്നും ഇവിടെ സമരത്തിനില്ല. ഇവിടെ ഭരിക്കണവർ എല്ലാവരും കൂടെ അഡ്ജസ്റ്റ്മെന്റ് കളി കളിക്കാണ്. ഒന്നല്ല വാട്ടർ അതോറിറ്റിനെ കുറ്റം പറയാ, അതല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയാ. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കണ. ഇവരൊക്കെ കിടന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മൊത്തത്തിൽ. ഈ കുട്ടമശ്ശേരി റോഡിൽ വീണ് അപകടം പറ്റിയിട്ട് ആ ആളുടെ ചികിത്സക്ക് വേണ്ടി അവർ പൈസക്ക് കൈ നീട്ടിക്കൊണ്ടിരിക്കുക. എന്ത് മോശമായ കാര്യം. എന്നിട്ട് വാട്ടർ അതോറിറ്റി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓടിയിടുന്ന ഞങ്ങള് പാവപ്പെട്ടവരുടെ വീട്ടിൽ പോയി കട്ട് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ അവർക്ക് ഇഷ്ടം പോലെ ടൈമുണ്ട്. ജനപ്രതിനിധികളുടെ സമരം അത് സംബന്ധിച്ചും എല്ലാം തന്നെ അഭിപ്രായങ്ങളുണ്ട്. ഈ പരിസരത്തുള്ളതാണോ ഈ റോഡ്? എങ്ങനെ അതിനൊരു അഭിപ്രായം ഞങ്ങൾ ചോദിച്ചു. ഇപ്പൊ വാട്ടർ അതോറിറ്റിയും പൈപ്പ് ഇടുന്നതാണ് ഈ റോഡ് ഇങ്ങനെ ആയേക്കണത്. ഇത് 13 വർഷമായിട്ട് അറിയതല്ല. MLA വിചാരിച്ച് നടക്കാവുന്ന കാര്യമുള്ളൂ. ഇതെല്ലാം MLA വിചാരിച്ച് ഈസിയായിട്ട് നടക്കൂലേ? ഈ MLA കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് വന്ന് ഇവിടെ കുത്തിരിപ്പ് സമരമൊക്കെ നടത്തി. അന്നും ഇതുപോലെ ടാറിങ് വാച്ച് വർക്ക് മാത്രമേ ചെയ്യണുള്ളൂ. 13 വർഷമായിട്ട് ചെയ്തിട്ടില്ല. ഈ MLA വിചാരിച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് നടക്കാവുന്ന കാര്യമുള്ളൂ. വളരെ ഇതാണ്, ദയനീയമാണ് ഇപ്പോൾ നമ്മുടെ അവസ്ഥയിലിരിക്കാതെ എന്തെങ്കിലും കാര്യമായിട്ട് നടപടികളിലേക്ക് നീങ്ങണം. സമരമൊക്കെ എത്ര സമരങ്ങൾ കഴിഞ്ഞു. ഇവിടെ റോഡ് ഉപരോധം കാര്യങ്ങളൊക്കെ ഒരുപാട് കഴിഞ്ഞു. പക്ഷേ എന്താ കാര്യം, കണ്ണുറക്കണില്ല ആരും. എന്തായാലും ജനങ്ങൾ അവരുടെ ഒരു അഭിപ്രായം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാരണം ജനപ്രതിനിധികൾ വന്ന് ഇങ്ങനെ സമരം ഇരിക്കുക എന്നതിനേക്കാളും
അപ്പുറത്തേക്ക് ക്രിയാത്മകമായ രീതിയിലേക്ക് അവർ കാര്യങ്ങൾ കൊണ്ടുപോകണം. അതിന് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന് തന്നെയാണ് അവർ വിശദമാക്കുന്നത്. അതിലും ജനങ്ങളുടെ ദുരിതം തുടരുകയാണ്. ഇതിൽ സത്രമായ ഇടപെടലുകൾ ഉണ്ടാകണം. കാരണം വർഷങ്ങളായി തുടരുന്ന ദുരിതമാണ് അവരുടേത്. ആലുവ KSRTC റോഡിലെ ഗട്ടർ, അതിൻ്റെ ദുരിതങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അതിൻ്റെ ദുരിതം നേരിട്ട് അനുഭവിക്കുന്നവരും അതിൻ്റെ തൊഴിൽ സാഹചര്യം പ്രതികൂലമായി ബാധിക്കുന്നതുമെല്ലാം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികളെ തന്നെയായിരിക്കും. കാരണം സ്വതവേ അവർക്ക് ഇപ്പോഴുള്ള ഒരു ഇന്ധന വില, അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ അവർ പ്രതിസന്ധി നേരിടുന്നുണ്ട്. അതിനൊപ്പം ഇത്തരം ഒരു ദുരിത സാഹചര്യത്തിലേക്ക് കൂടി എത്തുമ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കുകയാണ് എന്നാണ് അവർ പറയുന്നത്. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ അവർക്ക് ഇതുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് ഈ റോഡിലടക്കം സർവീസ് നടത്തുമ്പോൾ അവരുടെ ഒരു വിഷയങ്ങളെന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ് ഈ പ്രതിസന്ധികൾ പരിഹരിക്കുക. കാരണം ഓടിക്കിട്ടുന്ന പൈസ അത് അറ്റകുറ്റപ്പണികൾക്കടക്കം കൊടുക്കേണ്ടി വരുന്നു എന്നെല്ലാമാണ് പലപ്പോഴും പറയുന്നത്. ചേട്ടാ ഒരു മിനിറ്റ്, എങ്ങനെ ഇവിടെയാണോ കുറേ നാളുകളായിട്ട് പോകുന്നത്? തീർച്ചയായിട്ടും ഞങ്ങളുടെയൊക്കെ ഓർമ്മയിൽ ഈ റോഡ് ചുരുങ്ങിയതൊരു 20 വർഷത്തിന് മേലെങ്കിലായിട്ടുണ്ട് ഈ റോഡിൻ്റെ പണി. ഒന്നും ചെയ്യാറില്ല, മെയിൻ്റനൻസ് ചെയ്ത് പോകുന്നല്ലാണ്ട്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓരോ വണ്ടിക്കാരും കൊടുക്കുന്ന ടാക്സ് എന്തെങ്കിലും ഒരു ദിവസം മുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്മാർ സമ്മതിക്കുമോ? ഇവിടുത്തെ ഭരണകക്ഷിയായാലും പ്രതിപക്ഷമായാലും എന്തായാലും ഇതൊന്നും അവർ നോക്കേണ്ട കാര്യമില്ല. അവർ തിന്നോട്ടെ. ഒരു 30% ഞങ്ങൾ വണ്ടിക്കാർ ടാക്സ് അടക്കണ 30% മതിയല്ലോ ഈ റോഡ്, കേരളത്തിലെ മൊത്തം റോഡ് നന്നാക്കാൻ. അതുപോലും അവർ ചെയ്യണില്ല. ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ ഓർമ്മയിൽ 20 വർഷത്തിന് മേലെ ഈ റോഡിൻ്റെ ഒരു പണി നടത്തിയിട്ടില്ല അവർ. എവിടെയെങ്കിലും കുഴി ഉണ്ടാവും, ആ കുഴിയിൽ കൊണ്ടുവന്ന് കുറച്ച് ടാറ് കമത്തും, അങ്ങോട്ട് പോകും. ആ റോട്ടിൽ കൂടെ കിടന്ന ഓടി വണ്ടിയുടെ വയറിങ്ങുകളും വണ്ടിയുടെ സാധനങ്ങളും വെൽഡിങ്ങും എല്ലാം വിടുകയാണ്. നല്ലൊരു റോഡ് ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെക്കും. ഒരു വണ്ടി നമ്മളിന്നിപ്പോൾ പുറത്തിറക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ 5 വർഷമാണെങ്കിൽ 5 വർഷത്തെ ടാക്സ് കൂടെ അടച്ചിട്ടാണ് നമ്മൾ വണ്ടി പുറത്തിറക്കണത്. അത് ആ ടാക്സിൻ്റെ ഒരു ഇത്ര ശതമാനം പോരെ നമുക്ക് ഈ റോഡ് നന്നാക്കാൻ. അതുപോലും സർക്കാർ ചെയ്യുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്ത് ചെയ്യും? എത്ര സമരങ്ങൾ ഈ റോഡിൽ കഴിഞ്ഞ് എല്ലാം വഴി ബ്ലോക്ക് ചെയ്ത് പല കാര്യങ്ങളും ചെയ്ത്. PWDക്കാർ പറയും ഞങ്ങൾക്ക് ഇതിന് ഉത്തരവാദിത്വമില്ലാന്ന്. വാട്ടർ സപ്ലൈക്കാർ പറയും വാട്ടർ സപ്ലൈക്കാർ ഞങ്ങൾക്ക് ഇതിന് റോഡ് പണിയണേ കൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ പണി തീർക്കാൻ പറ്റുള്ള. ഇത് ആരും ഇതിന് മുൻകൈയെടുത്ത് ആരും ഇറങ്ങണില്ല, ഇവിടുത്തെ MLA ഉൾപ്പെടെ. പറയുന്നത് വളരെ ശരിയായൊരു കാര്യമാണ്. കാരണം ഓടിക്കിട്ടുന്ന പണം വാഹനത്തിൻ്റെ മെയിൻ്റനൻസിന് പോലും തികയാത്ത ഒരു സാഹചര്യത്തിലേക്കെല്ലാം തന്നെയാണ് അവർ പോകുന്നത്. കാരണം അവർക്ക് മറ്റൊരു കാര്യവും അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ എവിടെയാണോ? അതെ, സ്ഥിരമായിട്ട് ഇവിടെയാണ് പറഞ്ഞ പോലെ ഇത് അവർ കുഴി വന്നു കഴിഞ്ഞാൽ കുറച്ച് മില്ലും പൊടിയും കൊണ്ടിടും. അത് ഒരു മഴ പെയ്ത് കഴിയുമ്പോൾ അതെല്ലാം വീണ്ടും രണ്ടാമതും ഇതുപോലെ കുഴിയാവും. ആകെ ഇതായിട്ടാണ്. ഇപ്പം എത്ര ആൾക്കാർ ബൈക്ക് കൊണ്ട് അവിടെ അപകടം പറ്റിയിട്ടുണ്ടെന്ന് അറിയാമോ? ഇത് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കാണ് പോണേ? ആ പറ്റണവർക്കാണ് പോണത്. വേറെ ആർക്കും ഗവൺമെൻറ്റിനോ ഇതിനോ യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഇതാണ് കാണിക്കണത്. ഇത് കുറച്ച് ടാറിട്ടാൽ മതിയായിരുന്നു. അവിടെയൊക്കെ ടാറാണ് ഇട്ടേക്കണം. ഈ പൊടി ഇടുന്നതിലും ഭേദം ആ കുഴിയിൽ കുറച്ച് ടാറിട്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കുറച്ചും കൂടിയും അത് കിട്ടിയാണ്. ഇപ്പോൾ ഒരു ഇതിലും ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഈ റോഡ് ഇങ്ങനെ നിൽക്കുന്നത്. ഇത് ആരുടെ അടുത്ത് പറയാനാ? ഇത് ടാക്സ് അടിച്ച് വണ്ടി ഓടണം. അപ്പോൾ ഈ റോഡ് നന്നാക്കി തരേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമല്ലേ? ജീവിതാവസ്ഥ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഈ ഒരു കാര്യം കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഈ ഒരു തൊഴിൽ സാഹചര്യം ഇതായിട്ട് മാറുന്നു. പക്ഷേ യാതൊരു രീതിയിലേക്കും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. റോഡിൻ്റെ ഒരു അവസ്ഥ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത്. ഇവിടെ സമീപവാസിയാണോ? ഈ റോഡിലൂടെ എല്ലാം സ്ഥിരം സഞ്ചരിക്കുന്ന ആളായിരിക്കുമല്ലോ. അതെ, നാളുകളായിട്ട് ഇതേ ഒരു അവസ്ഥയിൽ തന്നെയാണോ പോകുന്നത്? ഒരു ടൂറിസം മേഖലയ്ക്ക് പറ്റിയ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. ഇത് ഓഫ് റോഡായിട്ട് ഉപയോഗിക്കാവുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നാടിന് അഭിമാനമായി മാറി തുടങ്ങി. കാരണം ഈ ജംഗ്ഷനിലേക്ക് വരുമ്പോഴാണ് വാഹനങ്ങളിൽ ഇരുന്ന് ഉറങ്ങുന്നവർ പറയുന്നത് ഞങ്ങളുടെ നാട് എത്തിയെന്ന്. അത്രയും ശോചനീയാവസ്ഥയാണ് ഈ റോഡ്. MLA എന്ന് പറയുന്ന ജനപ്രതിനിധി ഇത്രയും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങൾക്കൊന്നും ചെയ്യുന്നില്ല എന്നുള്ള ഉദാഹരണങ്ങളാണ് ഈ കാണുന്നത്. ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. അപകടം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ നാട്ടുകാരാണ് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. ഞങ്ങൾ ഇവിടെ സമരങ്ങൾ നാട്ടുകാർ തന്നെ സംഘടിപ്പിക്കുന്നത്. ഇതിനൊന്നും ഈ റോഡിൻ്റെ അവസ്ഥയിലൊരു മാറ്റം ഇതുവരെയും സംഭവിച്ചിട്ടില്ല. അദ്ദേഹം അനുഭവം പറഞ്ഞതുപോലെ ഇതിപ്പോൾ കുറച്ച് സറ്റയറായിട്ട് പറഞ്ഞല്ലോ, ഇതിപ്പോൾ ഓഫ് റോഡ് എന്ന രീതിയിലൊക്കെയാണ് നാട്ടുകാർ ഉപയോഗപ്പെടുന്നത്. അത്ര കണ്ട കുഴികളും കാര്യങ്ങളും എല്ലാമായിട്ട്
മാറിയിട്ടുണ്ട്. വർഷങ്ങളായി താറുമാറായി കിടക്കുന്ന റോഡ്, ഇതിൻ്റെ ഒരു ശോചനീയാവസ്ഥ പരിഹരിക്കാൻ അടിയന്തര നടപടികൾ, സുസ്ഥിരമായ നടപടികളും ഇടപെടലുകളും എല്ലാം അത്യന്താപേക്ഷിതമാണ്. അവരുടെ വാക്കുകളെല്ലാം അത് തന്നെയാണ്. ഈ ഒരു വികാരം ഉത്തരവാദിത്തപ്പെട്ടവർ ഉൾക്കൊള്ളേണ്ടതുമാണ്. ഏതാണ്ടൊരു 4 കിലോമീറ്റർ ആ ഒരു ദൂരമാണ് ഏറ്റവും മോശമായിരിക്കുന്നത്. ഏറ്റവും കൂടുതലായിട്ട് റോഡ് തകർന്നിരിക്കുന്നത് മഹിളാലയം ജംഗ്ഷൻ എന്ന് പറയുന്ന ഇടമാണ്. ഇവിടങ്ങളിലെല്ലാം നിരവധിയായ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു സ്ഥലമാണ്. ഇത് പൊതുവിൽ ഈ റോഡ് തിരക്കുള്ള റോഡ് തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ട് ഈ രീതിയിൽ അവഗണിക്കപ്പെടുന്നു എന്നതാണ്. ഏതാണ്ടൊരു 3 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അതൊന്ന് നന്നാക്കി എടുക്കാനായിട്ട് പറ്റുന്നത്. ഈ വർഷം അത്രയും പല രീതിയിൽ വർഷവും അതോടൊപ്പം വേനലും എല്ലാം തന്നെ മാറി എല്ലാം തന്നെ പോയി. അതിൽ അനുയോജ്യമായ സമയങ്ങൾ പലതുണ്ടായി. പക്ഷേ ഒരു ഇടപെടൽ കാര്യമായി ഉണ്ടായില്ല എന്ന് തന്നെയാണ് ആളുകളുടെ പൊതുവിലുള്ള പ്രതികരണങ്ങളിലെല്ലാം തന്നെ മനസ്സിലാവുന്നത്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ഇതിനു വേണ്ടി പരിശ്രമിക്കുന്ന ഇവിടുത്തെ ഭാരവാഹികളൊക്കെ തന്നെയാണ്. പക്ഷേ വലിയ ഒരു ഇടപെടൽ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നു സാമൂഹിക പ്രവർത്തകയായ മറിയ അബു. കഴിഞ്ഞ കുറേ നാളുകളായി ഈ വിഷയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു, അപകടങ്ങൾ ഉണ്ടാകുന്നു, അതെല്ലാം തന്നെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. പക്ഷേ ഒരു വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടാണ്? പരസ്പരം പഴിചാരുകയാണ്. ഭരണകക്ഷികളായാലും പ്രതിപക്ഷത്തിലുള്ളവരായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുകയാണ്. അത് MLA ചെയ്യട്ടെ, അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്യട്ടെ, നമ്മുടെ വകുപ്പ് മന്ത്രി ചെയ്യട്ടെ എന്ന രീതിയിൽ. അവിടെ ഞങ്ങൾ പല ഓഫീസുകളിലും പോയി. അവിടെ PWD ചെല്ലുമ്പോൾ അവർ പറയും വാട്ടർ അതോറിറ്റിയുടെ അണ്ടറിലാണ് ഇപ്പോൾ ഈ ഇത്രയും ഭാഗം എന്ന്. പക്ഷെ ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് അപേക്ഷകളും പരാതികളും കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ദൈനംദിനം അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പലരും ഇപ്പോൾ ഹോസ്പിറ്റലിലുണ്ട്, വീടുകളിൽ റെസ്റ്റ് എടുക്കുന്നുണ്ട്. ലക്ഷങ്ങളാണ് അവർക്ക് ഹോസ്പിറ്റലിൽ ചിലവാകുന്നത്. ഇതിനൊന്നും യാതൊരു മറുപടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഇപ്പോഴും അബോധാവസ്ഥയിൽ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ഒരാൾ കിടക്കുന്നു. ഇന്നലെ 3 ബൈക്കാണ് അവിടെ മറിഞ്ഞു വീണത്. അവരത് എടുക്കും, വീട്ടിലേക്ക് പോകും, ചെറിയ ക്ലിനിക്കിലൊക്കെ പോകുന്നുള്ളൂ. പക്ഷെ ഗുരുതരമായ പരുക്കേറ്റ ഒരുപാട് പേര് ഹോസ്പിറ്റലിലും വീടുകളിലായിട്ടുണ്ട്. അവരുടെ കാര്യത്തിലും സർക്കാർ ഇടപെടണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമ്മൾ ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കുഴിയിൽ വീഴുന്ന കാഴ്ചകൾ. അതിദയനീയമാണ് അവസ്ഥ. കാരണം ഈ റോഡിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ ഉള്ളവരും ഉണ്ട്, ധാരണ ഇല്ലാത്തവരും ഈ റോഡിലൂടെ ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോവുകയാണ്. കുഴിയെക്കുറിച്ച് ധാരണ ഏകദേശം ഉണ്ടെങ്കിലും ഇല്ലാത്തവരും വന്ന് കുഴിയിൽ വന്ന് ചാടി മറിഞ്ഞു വീഴുന്നൊരു കാഴ്ച സങ്കടകരമാണ്. ഹെൽമറ്റും ഇതും ഉള്ളത് കൊണ്ട് ജീവൻ അവർക്ക് നഷ്ടപ്പെടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കൈകാലുകൾക്ക് ബുദ്ധിമുട്ട് വരാം, ഗുരുതരമായ പരിക്കുകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. പലരും കണ്ടിട്ട് നമുക്ക് സഹിക്കാൻ പറ്റണില്ല. നമ്മളിത് നിരന്തരം കാണുന്നത് കൊണ്ട് തന്നെ ഇവരെ പൊക്കിയെടുത്ത് വണ്ടിയിൽ കയറ്റി ആശുപത്രിയിലേക്ക് വിടുക എന്നൊരു കർത്തവ്യം മാത്രമേ നമുക്കിതിൽ ചെയ്യാനുള്ളൂ. കാര്യം അതിലപ്പുറത്തേക്ക് നമുക്ക് കണ്ട് മടുത്ത് ഇത് അധികാരികളുടെ മുന്നിലേക്ക് എത്തിക്കേണ്ടടുത്ത് എത്തിച്ച്. ഇപ്പോൾ കഴിഞ്ഞ മാസം നമ്മൾ ഇവിടെ ഒരു സമരം നടന്നിരുന്നു, റോഡ് ഉപരോധിച്ചത് അടക്കമുള്ളൊരു സമരം. അന്ന് അതിന് ശേഷം MLA കളക്ടറേറ്റിൽ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഈ കുഴിയിൽ വീഴുന്നവർക്ക് വേണ്ട നഷ്ടപരിഹാരം മറ്റേ PWDയും വാട്ടർ അതോറിറ്റിയും കൂടി ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈടാക്കുമെന്നൊരു ഉറപ്പ് നമുക്ക് നൽകിയിരുന്നു. ആ ഒരു ഉറപ്പ് നമ്മൾ വിശ്വസിച്ചു. ഇപ്പോൾ 1 മാസത്തോളമായി. അതിനിടയിൽ നിരവധി ആളുകളാണ് കുഴിയിൽ വീണ. ആ കുഴിയിൽ വീഴുന്ന ആളുകളുടെ ലിസ്റ്റ് നമ്മൾ അവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ യാതൊരുവിധ അനക്കവുമില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അബോധാവസ്ഥയിൽ ആയിപ്പോയ നമ്മുടെ സഹോദരൻ ഉളിയന്നൂരുള്ള അദ്ദേഹം എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ഒരാഴ്ചയോളം ബോധമില്ലാതെ വെന്റിലേറ്ററിൽ കിടന്നു. ഇപ്പോൾ ICUവിലാണ് ഒരാഴ്ചയായിട്ട്. ഇപ്പോഴും ബോധം വീണിട്ടില്ല. പക്ഷെ വെന്റിലേഷനിൽ മാറ്റി ICUവിൽ. അവർക്ക് 5 ലക്ഷം രൂപ ചിലവ്. ഇപ്പോൾ ഒരാഴ്ച മുമ്പ് ഞാൻ വിളിച്ച് അന്വേഷിക്കുമ്പോൾ 5 ലക്ഷം രൂപ ബില്ല് ചിലവ് വന്നിട്ടുണ്ട്. ഇത് അന്ന് നൽകിയ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരാണ് ഈടാക്കേണ്ടത്. വലിയ അപകടങ്ങൾ അതുണ്ടാകുന്നത് വരെ, ഇതിനും വലിയൊരു അപകടം ഉണ്ടാകുന്നത് വരെ അധികൃതർ കാത്തിരിക്കേണ്ടതില്ല. കാരണം ഇത് അത്രയ്ക്ക് ഒരു അപകട മേഖലയായി ഇത് മാറിയിരിക്കുന്നു. ഇപ്പോൾ ഈ ഭാഗത്തുള്ളതാണോ നിത്യാഭ്യാസി ആനയെടുക്കുമെന്നൊക്കെ പറഞ്ഞ പോലെ പലരും പറഞ്ഞു. സ്ഥിരം പരിചയമുള്ളവർക്ക് ഒരുപക്ഷെ കുറച്ചൊക്കെ വെട്ടിച്ചു പോകാൻ പറ്റും കുഴിയെന്ന് പറയുന്നത്. എന്താ അനുഭവം? എന്നാലും വെട്ടിച്ചു പോകുമ്പോൾ ഒരു അപകടം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ തന്നെ എടുത്തുകൊണ്ട് പോകേണ്ട വരും. ഞങ്ങൾ ആലോ ഹോസ്പിറ്റലാണ് നമ്മുടെ, ഞാൻ ശ്രീമൂലത്തുള്ള ആളാണ്. നമുക്ക് അവിടെ ഒരു രോഗീനെ പെട്ടെന്ന് കൊണ്ടുപോകേണ്ട വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോയിലാണ് ആദ്യം കയറ്റാറ്. അങ്ങനെ കൊണ്ടുവന്ന് ഈ കുഴിയിൽ വീണിട്ടുണ്ടെങ്കിൽ വേറെ വണ്ടിയിൽ കയറ്റേണ്ട ഒരു അവസ്ഥയാണ് വന്നേക്കണേ. ഇതിപ്പോൾ വർഷങ്ങളായി. ഇത് ഇവർക്കൊക്കെ അറിയാം, കടക്കാർക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അതായത് ഇപ്പോൾ ഈ PWDയും നാഷണൽ ഹൈവേ ആണ്, അവരാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് നിയമസഭയിൽ വരെയും നമ്മുടെ അൻവർ സാദത്ത് MLA പറഞ്ഞ്.
പക്ഷേ ഇതിനൊന്നും ഒരു പരിഹാരമില്ല. പക്ഷേ ഇനി ഇത് ചെയ്തില്ലെങ്കിൽ ഇത് മൊത്തം ഇവിടെ ഉപരോധിക്കേണ്ടി വരും. അവിടെ ഉപരോധിച്ചിട്ട് വേണ്ടി വരും. അത് തന്നെയാണ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് ഇത് ഓടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 1000 രൂപയ്ക്കാണ് ഡെയിലി കിട്ടണത്. അതിൽ 500 രൂപ ഡെയിലി ഒന്ന് ഈ വണ്ടിയുടെ ഫ്രണ്ട് പണിയാനും അത് തന്നെയാണ് നമ്മുടെ ഇത്. കാരണം ഒന്നും കിട്ടാറില്ല. നമ്മൾ വെറുതെ ഓടാന്നുള്ളൂ. രാവിലെ ഉറങ്ങാം, വൈകിട്ട് ഇറങ്ങാം, വീട്ടിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. കഴിയുമ്പോൾ നന്നാക്കുമെന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും ഒരു പ്രതീക്ഷയുണ്ടോ? അനുഭവങ്ങൾ എങ്ങനെയാണ്? ഇല്ല, ഒരു പ്രതീക്ഷയില്ല. ഇതിപ്പോൾ PWD ആയിട്ട് ബന്ധപ്പെട്ടപ്പോൾ 2 ദിവസം വെയിൽ കണ്ടു കഴിഞ്ഞാൽ 36 mm മെറ്റലിട്ട് പാച്ച് വർക്ക് ചെയ്യാമെന്ന് ഞങ്ങളുടെ അടുത്ത് സമ്മതിച്ചതാണ്. പക്ഷെ അവർ 4 ദിവസം വെയിൽ കണ്ടപ്പോൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയുന്ന മറുപടി എന്ന് പറഞ്ഞാൽ GSBT ലെവല് ചെയ്തിട്ടുണ്ടല്ലോ, ഇനി അവിടെ കട്ടറില്ല, പിന്നെ എന്തിനാണ് ഞങ്ങൾ നിർത്തണേ എന്നുള്ള മറുപടിയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് വാട്ടർ അതോറിറ്റിയുടെ കുഴിയെടുത്തത് സൈഡിൽ നിന്നാണ്. ഇത് റോഡിനെ നടുക്ക് വരെ മോശമായി കിടക്കുകയാണ്. അത് PWD സ്ഥലമാണ്. PWD കൈ ഒഴിയാൻ പറ്റൂല. എന്തായാലും പ്രതികരണങ്ങളിൽ വളരെ വ്യക്തമാണ്. ഒരു നിരാശയും സങ്കടവും എല്ലാം തന്നെ അവരുടെ ഭാഗത്തുണ്ട്. ഇത് ആര് നന്നാക്കുമെന്നൊരു വലിയ ചോദ്യം അവശേഷിക്കുന്നുണ്ട്. കാരണം റോഡ് നന്നാക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ സമരപ്പന്തലിലേക്ക് എത്തുമ്പോൾ ആ ചോദ്യത്തിന് വലിയ പ്രസക്തിയുമുണ്ട്. എന്തായാലും ജനങ്ങളുടെ ദുരിതം തുടരുകയാണ്. ഏതായാലും ഈ ആഴ്ച ഈ റോഡ് നമ്മൾ ആലുവ കുട്ടമശ്ശേരിക്ക് സമീപമുള്ള ആലുവ KSRTC റോഡിൻ്റെ ദുരിതങ്ങൾ തന്നെയാണ് പറഞ്ഞു തുടങ്ങിയത്. അത് വളരെ വൈകാതെ ജനങ്ങളെ വലിയ രീതിയിലേക്ക് ഒരു സമരത്തിന് നിർബന്ധിതരാക്കുന്ന സാഹചര്യത്തിലേക്ക് അടക്കം ഇവിടുത്തെ കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതിൽ വലിയ സമരങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് അല്ലെങ്കിൽ വലിയൊരു അപകടം ഉണ്ടാകുന്നതിന് മുൻപ് അധികൃതരുടെ ഒരു ഇടപെടൽ ഇവിടെ ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ ആലുവ KSRTC റോഡിലെ ദുരിതങ്ങൾ പ്രേക്ഷകർക്ക് മുൻപാകെ പരിചയപ്പെടുത്തുന്നു. ഏതായാലും ഈ ആഴ്ചത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പ്രേക്ഷകർക്ക് നമസ്കാരം.